താലി രചനാ സംഭാഷണം രുദ്രപ്രിയ. ദേവി. അത്രയും നേർത്തുപോയി ജയൻ്റെ ഒച്ച. തിരിഞ്ഞു നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ദേവിക്ക്. നിന്റെ ഈ ഒഴിഞ്ഞുമാറ്റം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞൊരു വാക്ക് നിന്നെ ഇത്രമാത്രം വേദനിപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അതിന് കഴിഞ്ഞ ഒരാഴ്ചയായി നീ തരുന്ന സങ്കടം അത് പോരെ? ഇവിടെ നിന്ന് മാറിക്കൂടി എന്നെ ശിക്ഷിക്കണമോ? അവൻ്റെ വേദന കണ്ണുകളിൽ നിഴലിച്ചു. ഇത് ശിക്ഷയല്ല കുട്ടേട്ടാ, തിരിച്ചറിവാണ്. ആരും ആരുടെയും അല്ലെന്നുള്ള മനസ്സിലാക്കലിൻ്റെ പാഠം. എൻ്റെ ദേവേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ലോകം മുഴുവനും ആ ഒരാളിലായിരുന്നു. അതിനു പുറത്തുള്ള ഒന്നും എന്നെ ബാധിച്ചിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം എന്നെ തനിച്ചാക്കി ദേവേട്ടനും മോനും പോയപ്പോൾ ഞാൻ തനിച്ചായി. എൻ്റെ ലോകം ഇരുളടഞ്ഞു. ഞാൻ ഒറ്റയ്ക്കായി. പിന്നെ എൻ്റെ ജീവിതത്തിൽ വെളിച്ചമായി എൻ്റെ മോനും കുട്ടേട്ടനും വന്നു. ഇപ്പോൾ നിങ്ങൾ മാത്രമാണ് എൻ്റെ ലോകത്ത്. ഒരു നിമിഷം കൊണ്ട് കുട്ടേട്ടൻ എന്നെ തനിച്ചാക്കിയപ്പോൾ ഞാൻ വീണ്ടും അതൊരു തിരിച്ചറിവായിരുന്നു കുട്ടേട്ടാ. ഇനിയും ഞാൻ ഒറ്റപ്പെടാമെന്ന തിരിച്ചറിവ് കുട്ടേട്ടനും കേൾക്കുന്നവർക്കും നിസ്സാരമായി തോന്നാം. പക്ഷേ എനിക്കങ്ങനെയല്ല. ജയൻ്റെ കണ്ണ് നിറയുന്നതും പീലികൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്ന നീർമുത്തും ദേവി കണ്ടു. അവളുടെ നെഞ്ച് പിടഞ്ഞു. റൂമിലേക്ക് തിരികെ കയറി. ഞാൻ നിന്നോട് കാണിച്ച സ്നേഹം മുഴുവനും പൊള്ളയാണെന്ന് തോന്നിയോ ദേവി? ഇടറിപ്പോയി ദേവൻ്റെ ഒച്ചകൾ. ഒരിക്കലും ഇല്ല കുട്ടേട്ടാ. കുട്ടേട്ടൻ കാണിച്ച സ്നേഹത്തിൽ ഒരു തരിമ്പ് പോലും വിശ്വാസക്കുറവ് എനിക്ക് തോന്നിയിട്ടില്ല. മറിച്ച് ആ സ്നേഹത്തിന് പകരമായി എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നോ എന്നൊരു സംശയമേ ഉള്ളൂ. കുറച്ച് ദിവസമായുള്ള അകൽച്ച അത് എൻ്റെ മനസ്സിലുണ്ടാക്കിയ നീറ്റൽ മാറണം. അത് കഴിയും വരെ ഞാൻ ഇവിടുന്ന് മാറി നിന്നോട്ടെ. ജയൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ദേവി മോളെയും എടുത്ത് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ ഇറങ്ങട്ടെ അമ്മേ, വേഗം വരാം. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല മോളെ. പക്ഷേ അവനൊരു പാവമാണ്. സ്നേഹിക്കാനേ അറിയൂ. ആരെയും ദ്രോഹിക്കാനും വേദനിപ്പിക്കാനും അവനറിയില്ല. നിന്റെ മനസ്സിനെ അലട്ടുന്ന എന്തോ ഒന്നുണ്ടായിട്ടുണ്ട്. അതാണ് നീ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് അമ്മയ്ക്കറിയാം. അതെന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഈ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ നിന്റെ മനസ്സിലെ വിഷമം മാറുമെന്ന് ഉറപ്പാണെങ്കിൽ നീ പൊയ്ക്കോ. പക്ഷേ തിരികെ എത്രയും വേഗം ഇവിടേക്ക് വരണം. നീയും മോളുമാണ് അവൻ്റെ ജീവവായു. അത് നഷ്ടമായാൽ പിന്നെ അവനൊരു ജീവിതമില്ല. ദേവി കയ്യിലിരുന്ന ബാഗിൽ പിടിമുറുക്കി. അമ്മ പറഞ്ഞ വാക്കുകൾ സത്യമാണ്. ഞാനും മോളുമാണ് കുട്ടേട്ടൻ്റെ ലോകം. ആ മനസ്സ് പിടയുന്നത് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ എങ്കിലും ഇല്ല. എന്തായാലും ഒരാഴ്ച മാറി നിൽക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. എന്തായാലും എനിക്ക് അമ്മയെ കാണണം. ഞാൻ പോയിട്ട് വേഗം വരാം. മഹേശ്വരി അമ്മ പുഞ്ചിരിയോടെ കൂടി തലയാട്ടി. എന്തായാലും മോളെ തന്നെ പോകുന്നത് അമ്മയ്ക്ക് സങ്കടമാണ്. അതുകൊണ്ട് അമ്മ പറയുന്ന ഒരു കാര്യം മോള് കേൾക്കണം. കുട്ടൻ കൊണ്ടുപോയി വിടും മോളെ. അത് എതിർക്കാൻ ദേവിക്ക് കഴിഞ്ഞില്ല. ജയൻ കാറിൻ്റെ കീയുമായി ഇറങ്ങി വന്നു. ദേവിയും മോളും കയറി. മഹേശ്വരി അമ്മയെ നോക്കി മോൾ കൈവീശി കാണിച്ചു. അവൾ തിരിച്ചും. ദേവിയുടെ വീടെത്തുന്നത് വരെ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. ഇറങ്ങാൻ നേരം ജയൻ ദേവിയുടെ കയ്യിൽ പിടിച്ചു. മാപ്പ് വേദനിപ്പിച്ചതിന്, ഈ കണ്ണ് നനയിച്ചതിന്, തനിച്ചാക്കിയതിന്, എല്ലാത്തിനും. ദേവിയുടെ ഹൃദയം നുറങ്ങി. പ്രാണനായവൻ്റെ വേദനയിൽ. പോയി വരാൻ കുട്ടേട്ടാ. ദേവി കാറിൽ നിന്നിറങ്ങി. ദേവി ഇറങ്ങിയതും ജയൻ വേഗം കാറുമെടുത്ത് പോയി. കാറിൻ്റെ ഒച്ച കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന സിദ്ധു കാണുന്നത് ഗേറ്റ് കടന്നു പോകുന്ന ജയൻ്റെ കാറാണ്. എന്താ മോളെ ജയൻ കയറാതെ പോയത്? കുട്ടേട്ടന് അത്യാവശ്യമായി കമ്പനിയിൽ പോകണം കേട്ടാ, അതാണ്. തെളിച്ചമില്ലാത്ത അവളുടെ മറുപടി കേട്ടപ്പോൾ തന്നെ സിദ്ധുവിനെന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ അവളോട് ചോദിക്കാൻ നിന്നില്ല. രമ്യയ്ക്ക് ദേവിയെ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. കാരണം കുറേ നാൾ കൊണ്ട് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് സിദ്ധുവിനെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിലും യാത്ര ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് സിദ്ധു ഒരുവിധം പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. സാധാരണ ദേവി വന്നു കഴിഞ്ഞാൽ ഉത്സാഹത്തോടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതാണ്. പക്ഷേ ഇത്തവണ മാത്രം എന്തോ വല്ലാത്ത മൂകത തോന്നി. 2 ദിവസം ഇങ്ങനെ തന്നെ ആയിരുന്നു. സിദ്ധു പലതവണ കാരണം എന്താണെന്ന് തിരക്കാമെന്ന് കരുതിയെങ്കിലും അതിനുള്ള സൗകര്യം കിട്ടിയിരുന്നില്ല. ഒടുവിൽ നിവർത്തിയില്ലാതെ രാത്രിയിൽ ജയനെ വിളിച്ച് കാര്യം തിരക്കി. ദേവിയുടെ സങ്കടത്തിൻ്റെ കാരണം ജയൻ സിദ്ധുവിനെ അറിയിച്ചു. ജയ, നീ ചെയ്തതൊട്ടും ശരിയായില്ല. ഈ അവസരത്തിൽ നീ നിൻ്റെ സങ്കടങ്ങൾ അവളുമായി ഷെയർ ചെയ്യണമായിരുന്നു. അല്ലാതെ നീ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അവളോട് പറയുമ്പോൾ അവൾ പിന്നെ എന്താ കരുതേണ്ടത്? അല്ലെങ്കിൽ തന്നെ വിചിത്രയുടെ മരണം അറിയുമ്പോൾ നീ എന്തിനാ ഇത്രയ്ക്ക് അപ്സെറ്റായത്? ദേവി ആ വഴിയൊക്കെ ചിന്തിക്കുന്നത് സ്വാഭാവികമല്ലേ? നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ ചിന്തിക്കൂ. അതുകൊണ്ട് തെറ്റു മുഴുവൻ നിൻ്റെ ഭാഗത്താണ്. നിങ്ങൾ രണ്ടുപേരും കൂടി കാര്യങ്ങൾ സ്മൂത്തായി കൈകാര്യം ചെയ്യണം. അവൾക്ക് നല്ല സങ്കടമുണ്ടടാ. ജയന് വീട്ടിൽ ദേവിയും മോളും ഇല്ലാതെ വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു.
ജയനോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും സിദ്ധു ദേവിയുടെ അടുത്തേക്ക് വന്നു. നീ ഈ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ മോളെ? ജയൻ അല്പനേരം തനിച്ചിരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിനക്കത് വേദനിച്ചു. ഇതിനേക്കാളൊക്കെ എത്രയോ തവണ നീ അവനെ ഒഴിവാക്കിയും ഒറ്റപ്പെടുത്തിയും വേദനിപ്പിച്ചിരിക്കുന്നു. അവഗണനയുടെ കൂരമ്പ് എല്ലാവരിലും ഒരുപോലെയല്ലേ മോളെ? നിന്നോട് കാണിച്ച ചെറിയ അവഗണന നിനക്ക് വേദനിച്ച പോലെ എത്രയോ തവണ അവനും വേദനിച്ച് കാണും. നീ എന്നാ മോളെ ഇത്രയും സെൽഫിഷായത്? നിന്റെ അവസ്ഥ അവൻ മനസ്സിലാക്കിയതുപോലെ അവനെ മനസ്സിലാക്കാൻ നീ ശ്രമിച്ചില്ലല്ലോ. പിണക്കങ്ങൾ നല്ലതാണ്, പക്ഷെ അതിന് ഒരു രാത്രിയിൽ കൂടുതൽ ആയുസ് ഉണ്ടാവാൻ പാടില്ല. നീ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്, പക്ഷെ അവിടെ അവനും അമ്മയും മാത്രം. ആലോചിക്ക്. സിദ്ധു പറഞ്ഞത് മുഴുവൻ സത്യമാണ്. പക്ഷേ എങ്കിലും അത് സമ്മതിച്ചു കൊടുക്കാൻ അവളുടെ മനസ്സനുവദിച്ചില്ല. ദേവിയെ കണ്ടതും രമ്യയ്ക്ക് ഉത്സാഹമായി. അടങ്ങിയൊതുക്കിയിരിക്കാൻ പറഞ്ഞിട്ട് ഇതുപോലും കേൾക്കാത്ത ദേവിയുടെ പിന്നാലെ കൂടി. രമ്യയുടെ വയറിൽ ദേവി പതിയെ തലോടി. മോൾക്കിപ്പോൾ 3 വയസ്സാകാറായില്ലേ ദേവി? അപ്പോൾ പിന്നെ നിനക്കിനി ഒരു കുഞ്ഞുകൂടിയാവാം. ജയേട്ടനും ആഗ്രഹം കാണുമായിരിക്കും ഒരു കുഞ്ഞിന് കൂടി വേണമെന്ന്. എന്താ മോളെ ജയൻ പോയത്? സാധാരണ നീയും മോളും ഇല്ലാതെ ജയൻ ഒറ്റയ്ക്ക് നിൽക്കില്ലല്ലോ, പിന്നെ എന്ത് പറ്റി? അമ്മയ്ക്ക് സുഖമില്ലാതെ ഇരിക്കുകയല്ലേ? അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് കാണാമെന്ന് കരുതി. അതും നന്നായി. കുറച്ച് ദിവസമായി നാത്തൂൻ കിടക്കുന്നിടത്ത് നിന്ന് എഴിക്കുന്നത് പോലുമില്ല. വീട്ടിൽ ചെന്നപ്പോൾ മുതൽ ജയന് വല്ലാത്ത ശൂന്യത തോന്നി. പക്ഷേ എങ്കിലും അവൻ ഓരോരോ തിരക്കുകളിൽ മുഴുകി. മോളും ദേവിയും ഇല്ലാത്ത വിഷമം മുഴുവൻ ഓഫീസിലെ പെൻഡിങ് വർക്ക് ചെയ്ത് തീർക്കുന്നതിന് ചിലവാക്കി ജയൻ. ദേവിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. ജയനെ കാണാത്ത ഓരോ നിമിഷവും അവൾക്ക് വീർപ്പുമുട്ടൽ. ആ മാറിൽ ചേർന്ന് നിന്ന് പരിഭവം മുഴുവൻ പറഞ്ഞു തീർക്കാൻ തോന്നി. എങ്കിലും ജയനൊന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ എന്നത് ദേവിയെ സങ്കടപ്പെടുത്തി. എന്നാൽ ജയൻ ദിവസവും സിദ്ധുവിൻ്റെ ഫോണിൽ വിളിച്ച് ദേവിയുടെയും മോളുടെയും വിവരങ്ങൾ തിരക്കിക്കൊണ്ടിരുന്നു. ദിവസവും വൈകുന്നേരം നീ വരുമെന്ന് കരുതി വഴിക്കണ്ണുമായി അമ്മയും മോളും പഠിക്കാൻ കാത്തു നിൽക്കും. എന്നിട്ട് വിഷമിച്ച് തിരികെ വരും. ഞാൻ എന്ന് വരും സിദ്ധു അവളെ കൂട്ടാൻ? നിങ്ങൾക്കൊക്കെ അറിയാത്തൊരു ദേവിയുണ്ട് സിദ്ധു. കുഞ്ഞു കുഞ്ഞു വാശിയും പിണക്കവും ഒക്കെ ഉള്ളൊരു ദേവി. അതൊക്കെ മറ്റാരോടുമല്ല. പണ്ടും ദേവൻ പറയാറുണ്ടായിരുന്നു അവനോട് മാത്രം പരിഭവം കാണിക്കുന്ന ദേവിയെക്കുറിച്ച്. ഇപ്പോൾ എന്നോടും. ഞാൻ വരുമെടാ ഇന്ന് അവളെയും മോളെയും കൂട്ടാൻ, നീ പറയണ്ട. പതിവ് പോലെ കാത്തിരിപ്പ് കഴിഞ്ഞ് ദേവി മോളെയും എടുത്ത് തിരികെ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു ബുള്ളറ്റിൻ്റെ ഒച്ച കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു ബുള്ളറ്റിൽ നിന്നിറങ്ങുന്ന ജയനെ. അച്ഛേ, മാതുക്കുട്ട, അച്ഛയുടെ പൊന്നെ. ജയൻ ദേവി ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവളുടെ കയ്യിലിരുന്ന മോളെയും എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി. എന്നാൽ അകത്ത് നിൽക്കുന്ന സിദ്ധു ഇതെല്ലാം വൃത്തിയായി കാണുന്നുണ്ടായിരുന്നു. അവന് ചിരി വന്നു. ശരിക്കും അവന് രമ്യയെ ഒക്കെ ആസ്വദിക്കുകയായിരുന്നു. കുഞ്ഞ് പരിഭവവും പിണക്കവുമായി നിൽക്കുന്ന ദേവിയുടെ മറ്റൊരു മുഖം. ആഹാ, മോക്കിപ്പോൾ തന്നെ അച്ഛനെ കണ്ടപ്പോൾ മറ്റാരെയും വേണ്ടല്ലോ. മാലതി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. സിദ്ധു, നമുക്ക് ദേവിയുടെ അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണമോ? ഇപ്പോൾ കുറേ ആയില്ലേ ഒരേ കിടപ്പ്? വേണ്ടടാ, ഇവിടെ അടുത്തു നിന്നുള്ള ഡോക്ടർ സ്ഥിരമായി വന്ന് നോക്കുന്നുണ്ട് അമ്മായിയെ. ഇനി എവിടെയും കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്നാണ് പറയുന്നത്. അമ്മാവൻ്റെ മരണത്തോടെ ആകെ തളർന്നു പോയടാ. അല്ലെങ്കിൽ തന്നെ ദേവിയുടെ കാര്യം ഓർത്തുള്ള ആദിയിലിരിക്കുകയായിരുന്നു 2 പേരും. അതിനിടയിലല്ലേ ദേവൻ്റെ മരണത്തിന് പിന്നാലെ അമ്മാവൻ്റെയും മരണം. ആ പാവത്തിനെല്ലാം കൂടി സഹിക്കാനുള്ള കഴിവില്ലാതായിപ്പോയി. കിടന്ന് നരയിക്കാതിരുന്നാൽ മതിയായിരുന്നു. അതും കൂടി കാണാൻ അവൾക്ക് കഴിയില്ല. നീ ഇന്ന് പോകുന്നുണ്ടോ സിദ്ധു? ദേവി ഒളികണ്ണിട്ട് ജയനെ നോക്കി. അവൻ്റെ മറുപടി എന്താണെന്നറിയാൻ. അവിടെ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പോകും. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. ഇതുവരെ വന്നിട്ട് ഒന്നും കഴിക്കാതെ പോകാൻ പറ്റില്ല. വാ മോളെ, ദേവനുള്ള ആഹാരം എടുത്തു വയ്ക്കാം. മാലതിയമ്മ അകത്തേക്ക് പോകുമ്പോൾ പിന്നാലെ ദേവിയും പോയി. അതുവരെ പുഞ്ചിരിയോടെ ഇരുന്ന മുഖം ഇപ്പോൾ വലിച്ചു കയറ്റി വെച്ചിട്ടുണ്ട്. അവളും രമ്യയും അകത്തേക്ക് പോയി എന്ന് കണ്ടതും സിദ്ധു വന്ന് ജയനടുത്തിരുന്നു. ഡാ, ഈ പാതിരാത്രി ഇനി നിനക്ക് പോകണോ? ഞാൻ അവളെ മൂപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പുറത്തെ സുധചേച്ചിയെ അമ്മയ്ക്ക് കൂട്ടുപിടിച്ചാക്കിയിട്ടാണ് ഞാനിങ്ങി പോകുന്നത്. കൊള്ളാം, നടക്കട്ടെ. അത്താഴം എടുത്തു വെച്ചിട്ടുണ്ട് സിദ്ധുവേട്ടാ, 2 പേരും വന്നേ കഴിക്കാം. വാടാ. ജയനെയും വിളിച്ചുകൊണ്ട് സിദ്ധു ഊണ് കഴിക്കാനിരുന്നു. അപ്പോഴേക്കും ദേവി സിദ്ധുവിൻ്റെ പ്ലേറ്റിൽ വിളമ്പി. എന്നാൽ ജയൻ്റെ പ്ലേറ്റിലേക്ക് ഒന്നും ചെയ്യുന്നില്ലെന്ന് കണ്ടതും 2 പേരും പരസ്പരം നോക്കി. എനിക്ക് വിളമ്പിത്തരാൻ എൻ്റെ ഭാര്യയുണ്ട്, നീ നിൻ്റെ ഭർത്താവിന് വിളമ്പി കൊടുത്താൽ മതി. രമ്യയെ പിടിച്ച് അടുത്ത് നിർത്തിയിട്ട് സിദ്ധു ദേവിയെ നോക്കി. അത് കേട്ടതും ജയന് ചിരി വന്നുപോയി.